ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ തമ്മിൽ കണ്ട ഒരു Q&A ആണ്. ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് കുറച്ച് റിപ്ലൈസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിപ്ലൈസ് ഒക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടാണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബിലിടാണ്. അപ്പോൾ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് കൂടുതൽ പേര് പറഞ്ഞത് യൂട്യൂബിലിടാനാണ്. അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. ഫസ്റ്റ് വന്നിട്ട് എൻ്റെ പേരാണ്. എൻ്റെ പേര് അക്ഷര എന്നാണ് ഗൈസ്. പിന്നെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 21 വയസ്സായി. പിന്നെ എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാടാണ്. പാലക്കാട് മുണ്ടൂരാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ സൈഡിൽ കൂടെ എല്ലാം മെയിനായിട്ട് കൊണ്ടുപോയി നടക്കണം. അപ്പോൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ. പിന്നെ എനിക്ക് വേറെ ക്വസ്റ്റ്യൻസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് എവിടെ വെച്ചാൽ കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ചാൽ ഒരു 4-5 ലിപ്സ്റ്റിക്ക് ഒന്നിച്ചിട്ടിട്ട് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടും. അതാണ് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്. എനിക്ക് പ്രത്യേകിച്ച് ഷെയ്ഡൊന്നുമില്ല. പിന്നെയും ഇഷ്ടമുള്ള ഷെയ്ഡ് എന്ന് വെച്ചാൽ ലാക്മിൻ്റെ ന്യൂഡ് പിങ്ക് കൊണ്ടൊരു ഷെയ്ഡുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് കൊടുക്കാം. അടിപൊളി ഷെയ്ഡാണ്. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ അത് തീർന്നു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഐസ് ആൻഡ് ഹെയർ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. ഐസും ഹെയറും എൻ്റെ കണ്ണ് എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഐസിൻ്റെ കളറ് ബ്രൗൺ ആണ്. അത് വീട്ടിൽ കുറേ പേർക്കുണ്ട്. പിന്നെ അതുപോലെ മുടി എങ്ങനെ വെച്ചാൽ എൻ്റെ അമ്മായിമാർക്കൊക്കെ മുടിയുണ്ട്. അപ്പോൾ മേ ബി അതുകൊണ്ട് വന്നായിരിക്കും, എനിക്കറിയില്ല. പിന്നെ അനശ്വര ട്യൂഷൻ പോകുമ്പോൾ, അതായത് അനശ്വര എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്. അവൾ ട്യൂഷൻ എന്തോ വരാത്തതെന്ന് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അവൾക്ക് ട്യൂഷൻ ഇപ്പോൾ ഇല്ല. അവൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ട്യൂഷൻ ലീവാണ്. അതുകൊണ്ടാണ് അവൾ വരാത്തത്. പിന്നെ അവളുടെ പേര് അനശ്വര എന്നല്ല. ഞങ്ങൾ വീട്ടിൽ അവളെ തക്കുടു എന്നാണ് വിളിക്കുന്നത്. പിന്നെ കവയിൽ ചേച്ചിൻ്റെ ആരാ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. കവയിൽ എൻ്റെ അമ്മമ്മേൻ്റെ വീടാണ് ഗൈസ്. കവൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. നമുക്ക് അവിടെ ഹോട്ടലൊക്കെ, മാമന്മാർക്ക് ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അമ്മമ്മേൻ്റെ വീടാണ്. പാലക്കാട് എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ പാലക്കാട് മുണ്ടൂരാണ് സ്ഥലം. പാലക്കാട് കൊല്ലം ഡിസ്റ്റൻസ് നോക്കാനാണ്. പാലക്കാട് മുണ്ടൂരാണ് സ്ഥലം. ഡിസ്റ്റൻസ് എനിക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചേച്ചി മുടി പിന്നി കെട്ടി സാരി പല്ലുമൊക്കെ മടക്കി പിടിച്ച് ഒരു റീൽ എടുക്കുമോ? ഒരു ടീച്ചറായിട്ട് നോക്കാം, എടുക്കാം, എന്തായാലും എടുക്കാം. എൻ്റെ അടുത്ത് ആരും അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലേ. ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ യുവർ വ്ലോഗ് ആർ സോ ഗുഡ് ആൻഡ് യുവർ വോയിസ് ഇസ് സോ പ്ലസൻറ്റ്. ഇറ്റ്സ് റിയലി മേക്ക് യുവർ കോണ്ടന്റ് ഷൈ. താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻ്റെ സംസാരം കണ്ടിട്ട് പറയും ഞാൻ ഫുള്ള് പാലക്കാട് ഭാഷയാണ്. അങ്ങനെയാണ്, ബിക്കോസ് ഞാൻ പാലക്കാടാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പക്ഷെ എന്ത് ചെയ്യുക, ആർ യു ഫ്രം പാലക്കാടാണ്. പിന്നെ എന്നും അമ്പലത്തിൽ പോകുമോ ചോദിച്ചാൽ ഇല്ല, ഒന്നും അമ്പലത്തിൽ പോകാറില്ല. എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകാറുള്ളൂ. പിന്നെ വ്ളോഗിങ് തുടങ്ങിയപ്പോഴാണ് പുറത്തൊക്കെ ഒന്ന് കുറച്ചും കൂടെ പോകാൻ തുടങ്ങി. അപ്പം വീട്ടിൻ്റെ സ്ഥലം ഫുള്ള് അമ്പലമാണ്. അപ്പോൾ അങ്ങനെ പോയിട്ടാണ് കുറേ അമ്പലങ്ങളിൽ പോകണം. എപ്പോഴും ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, പക്ഷെ ഒന്നും പോകാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അനിയത്തിയും ഞാനും. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കും. ഞാനും പിന്നെ എൻ്റെ ടോബിൻ, എൻ്റെ നായ്ക്കുട്ടി, അവനും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഡിഗ്രി എന്താ പഠിച്ചു വെച്ചാൽ ഞാൻ BCom ആണ് പഠിച്ചത്. ഒരു ഉപയോഗമില്ലാത്ത, ആരും BCom എടുത്ത് പഠിക്കരുത്, ഒരു ആവശ്യമില്ലല്ലേ. എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഏജ് എത്രയോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 21 വയസ്സായി. ഇപ്പോൾ ജൂലൈ 4 എൻ്റെ ബർത്ത്ഡേ. ജൂലൈ 4 എനിക്ക് 21 വയസ്സായി. പിന്നെ ആരാ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാനാണ്. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ മാത്രം. എൻ്റെ വീഡിയോസ് ഫുള്ള് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പാടാണ് എൻ്റെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും. എടുക്കണത് അവളാണ്, എഡിറ്റ് ചെയ്യുന്നത് അവളാണ്. എഡിറ്റ് ചെയ്യണതും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കണതൊക്കെ ഞാനാണ്. എന്താ വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഫോളോ ചെയ്യണേ. അപ്പോൾ സപ്ലി ഇല്ലാണ്ട് ഞാൻ പാസ്സായ ഒരു അമ്പലത്തിൽ പോയി തേങ്ങ അടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് അമ്പലമാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ പാലക്കാട് മുണ്ടൂർ കുമ്മാട്ടി നടക്കുന്ന ഒരു അമ്പലമുണ്ട്. കുറച്ച് ഫേമസ് ആണ്, പാലക്കാടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ അമ്പലമാണ്, അതെൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ആ അമ്പലത്തിലാണ് ഞാൻ പോയത്. പാലക്കീഴ് ഭഗവതി എന്ന് പറയും. പാലക്കീഴ് അമ്പലത്തിലാണ് ഞാൻ പോയത്. അപ്പം പിന്നെ എന്താണ് ഫ്യൂച്ചർ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് യൂട്യൂബ്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. രാവിലെ ഉറങ്ങി എണിച്ചപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ പോകണമുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോയ സാധനം. പിന്നെ മാരീഡ് ആണോ വെച്ചാൽ അല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതിനുള്ള പ്രായമായിട്ടില്ല. ഞാൻ ചോദിക്കരുത് നിങ്ങൾ ആരും എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട്, പക്ഷെ അത് ഹായ് ഹലോ ഫോളോ ചെയ്യുമോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പറയാൻ പറ്റില്ല.